ഹലോ ഗൈസ്, ഇന്നൊരു വീക്കെൻഡൊക്കെ ആയിട്ട് ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ ഫ്രണ്ട്സ് വിളിക്കുകയാണ്. പിന്നെ എവിടെയെങ്കിലും ഇറങ്ങിയാലോ, ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്, പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവിടത്തേക്ക് വരികയായിരുന്നു. ഇവിടെ എത്തുമ്പോൾ ഒരു 10 മണിയൊക്കെ ആയി. ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇറങ്ങുമ്പോൾ ലേറ്റായി. നോർമലി ഒരു ഈവനിങ് ഒക്കെ വരികയാണെങ്കിൽ ആ പകൽ വെളിച്ചത്തിലെ കുറച്ചുകൂടി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നമ്മളിവിടെ പാർക്കിലെത്തിയപ്പോൾ തന്നെ നല്ല ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് അതൊക്കെ കണ്ടു. ഇവിടെ അത് കാണ്ടിയിട്ട് ഇവിടെ ഇരുന്നതല്ല ഇന്ന്, പക്ഷേ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് കുറച്ച് റഷ് കൂടുതലായതുകൊണ്ട് പാർക്കിങ്ങൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറേ ടൈം അവിടെ നിൽക്കേണ്ടി വന്നു. ഇതിനകത്ത് ഇങ്ങോട്ട് കയറാൻ ഈ എൻട്രൻസിലെത്തിയപ്പോൾ വലിയൊരു തിരക്കൊന്നും തോന്നിയില്ല. ടിക്കറ്റ് കൗണ്ടറിൽ നോക്കിയപ്പോഴും വലിയൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പോൾ നല്ല ക്യൂ ആയിരുന്നു ടിക്കറ്റിനൊക്കെ. പിന്നെ ഈ വീക്കെൻഡിൽ ഫെയറും കൂടുതലാണ്. നോർമൽ ഡേയിൽ കുറച്ച് കുറവാണ്, വീക്കെൻഡിൽ കുറച്ച് കൂടുതലാണ് റേറ്റ്. ആ പുറത്ത് കണ്ട തിരക്ക് അകത്ത് കാണാത്തത്. പുറത്ത് നമ്മൾ വരുമ്പോൾ കണ്ടത് ഈവനിങ് ഒക്കെ വന്ന ആൾക്കാർ മടങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ അവിടെ അത്ര നല്ല റഷ് ഉണ്ടായിരുന്നു. അകത്തൊരു വലിയ ഒരാൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നത് ലേറ്റാണ്, അതൊക്കെ കൊണ്ടാണ്. ആൾക്കാരൊക്കെ മടങ്ങാനുള്ള ടൈമാണ്. പക്ഷേ ഒരു 12 മണി വരെ ഉണ്ടാവും തോന്നും പരിപാടി. അപ്പോൾ അവരെ നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ചൂടൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ നല്ല തണുപ്പ്, ക്ലൈമറ്റൊക്കെ ഓക്കെയാണ്. അല്ല, ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. പക്ഷേ നടക്കാമെന്ന് വിചാരിക്കും, പക്ഷേ നടക്കുമ്പോൾ കുറച്ച് നടക്കുമ്പോൾ തന്നെ മതിയാവും, കാലിൻ്റെ പണി കഴിയും. ഒത്തിരി നടന്ന് കാണാനുണ്ട്. ഇന്ത്യൻ പവലിയൻ എവിടെയാണെന്ന് നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഈ എൻട്രൻസിൽ തന്നെ ഉള്ളത് പാകിസ്ഥാൻ്റെ പവലിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തുനിന്ന് കയറി. അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് UAE ഉണ്ടായിരുന്നു. അപ്പോൾ UAE കയറിയപ്പോൾ ഇതിനകത്ത് കൂടുതലും അവരുടെ ഡ്രസ്സും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് അറബികൾ, കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് കുറച്ച് അവിടെ നിന്നു. അവിടെ നിന്നിട്ട് അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് സമയം അവിടെ ഇരുന്ന് കണ്ടു. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതില്ലേ, അതെല്ലാ വർഷവും ഇവിടെ കാണാറുള്ളതാണ്. ഇവിടുത്തെ UAE തന്നെ ഭാഗമായിട്ടുള്ളതാണെന്നത്. ഒരു ഗുലാബ് ജാമുൻ പോലത്തെ എന്തോ സാധനമാണ് അവരുണ്ടാക്കുന്നത്. എപ്പോഴോ വന്നപ്പോൾ ഒരു തവണ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരെ പരിചയപ്പെട്ടില്ലല്ലോ. തൊട്ടടുത്തുള്ളതാണ് സിസിലാൽ ഭായി, ആലപ്പുഴക്കാരനാണ്. മറ്റേത് സുനിൽ, നമ്മളെ സ്വന്തം നാട്ടുകാരെ, കണ്ണൂരുകാരനാണ്, പയ്യന്നൂരാണ്. നമ്മളിങ്ങനെ ഇന്ത്യൻ്റെ പവലിയൻ എവിടെയാണെന്ന് നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈഡിലൊന്നും അത് കാണാനില്ല, ആ ഓപ്പോസിറ്റ് സൈഡിലാണെന്ന് തോന്നുന്നത്. ഈ ഒരു സൈഡിലുള്ള കുറേയൊക്കെ കയറി, കുറേ കയറാണ്ട് വിട്ട് നടന്നു. പ്രത്യേകിച്ച് കൂടുതലായിട്ട് കാണാനൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ പ്രോഗ്രാമൊന്നും അധികമൊന്നുമില്ല. അല്ലെങ്കിൽ നോർമലി ആ ഒരു ടൈം കൂടുതൽ സ്റ്റാർട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കൂടുതൽ ആ ടൈം ആകുമ്പോൾ വരുമ്പോൾ ഈ ഒരു നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ആ ഒരു സ്റ്റേജ് ഉണ്ട് അവിടെ എന്തോ നടക്കുന്നുണ്ട്, അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് അടിപൊളിയായിരുന്നു. ഒരു കാറ് മറ്റേ ഭിത്തിയിലേക്ക് കയറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനോട് മുന്നിലായിട്ട് തന്നെയാണ് സ്റ്റേജ് ഉള്ളത്. അപ്പോൾ അവിടെ വന്ന് എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ആഫ്രിക്കൻ അവരുടേതായ ഒരു എന്താ പറയുക, ആ ഒരു രീതിയിലുള്ള എന്തോ ബാൻഡോ എന്തോ പരിപാടി, എന്തിൻ്റെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ കുറേ ആഫ്രിക്കൻ ടീമും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു.
നടക്കാനാണെങ്കിൽ ഒരുപാട് കടൽ പോലെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈഡിലൂടെ നടന്നിട്ട് അതിൻ്റെ പകുതിയായില്ല, ഇന്നും ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ കയറി, കുറേ കയറാണ്ട് അതേ സൈഡ് വഴിയൊക്കെ നടന്ന് അങ്ങനെ പോകുമായിരുന്നു. അപ്പുറത്തെ സൈഡിലാണ് കുറച്ച് നമ്മുടെ ഇന്ത്യയും ആ ഒരു ഇതൊക്കെ ഉള്ളത്. ഇത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഉള്ള ഫോട്ടോ ആയിരുന്നു. ഫസ്റ്റ് ഒരു 2010 അങ്ങനെയായിരുന്നു വന്നത്. ഇത് ഫാമിലി ആയിട്ട് വന്നപ്പോൾ ഉള്ളത്. കണ്ണൂസ് അന്നേരം ചെറിയതാണ്, പിക്കുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ നടക്കുകയായിരുന്നു 3 പേരും. ഇങ്ങനെ കുറച്ച് നിൽക്കും, ഓരോ സംസാരിക്കും. ഞാൻ ഈ ഒരു ബ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ വോയിസ് കൊടുത്തിട്ടൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇത് ഞങ്ങൾ ലാസ്റ്റ് വന്നപ്പോൾ എടുത്തതായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ 3 പേരും തന്നെയായിരുന്നു വന്നത്. ആ ഒരു ടൈം എടുത്ത ഫോട്ടോസായിരുന്നു. ആ ടൈം നമ്മളൊരു ലാസ്റ്റ് എൻഡിങ് ആ ഒരു ടൈമായിരുന്നു വന്നത്. അന്നേരം കുറേ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ആഫ്രിക്കൻ ടീമിൻ്റെയൊക്കെ ഡാൻസൊക്കെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം എടുത്ത ഫോട്ടോസാണ് അതൊക്കെ. ഇത്തവണ ഇത് സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് കുറവാണ്, പ്രോഗ്രാമൊക്കെ കുറവാണ്. ആ ഒരു ക്രിസ്മസിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴാണ് കൂടുതലും കാര്യങ്ങൾ ആൾക്കാർ കൂടുന്നതും ആ വെക്കേഷൻ ടൈമും അതൊക്കെ ആകുന്നത്. തണുപ്പൊക്കെ നന്നായിട്ട് കൂടുന്ന ടൈം. ഇപ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ തണുപ്പ് കുറവാണ്. രാത്രി ഒരു 10 മണി 12 മണിയൊക്കെ ആകുമ്പോൾ തണുപ്പുണ്ട്. നമ്മൾ അത്ര പ്രതീക്ഷിച്ചില്ല, പക്ഷേ നല്ല തണുപ്പുണ്ട്. ആദ്യമൊക്കെ വരുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. ഒരു 2010 ആ ടൈം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഫോട്ടോ കാണിച്ചില്ലേ, ആ ടൈം ഫസ്റ്റ് ടൈം വരുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. നമ്മൾ ഒരു ടീമായിട്ടായിരുന്നു അന്ന് വന്ന ഒരു കമ്പനിയിൽ. അങ്ങനെയായിരുന്നു, ഒരു 10-25 പേര് ഒന്നിച്ചിട്ട് വന്നതായിരുന്നു. അന്നേരം നല്ല ജോളിയായിരുന്നു വരുമ്പോൾ, അങ്ങനെ ഒന്നിച്ച് നടന്ന് കാണാനും. പിന്നെ ഇത് നാട്ടിലിരുന്നപ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോൾ ടി വിയിലൊക്കെ അല്ലേ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ടൈമിന് ഏഷ്യാനെറ്റിൽ അതിലൊക്കെ കാണാറുണ്ടല്ലേ, എൻ്റെ ഗ്ലോബൽ വില്ലേജിൽ പോകുന്നത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോൾ ആരോട് ചോദിച്ചാലും ദുബായിൽ പോയാൽ ഗ്ലോബൽ വില്ലേജിൽ പോയിനോ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമൊക്കെ വരുമ്പോൾ രസമായിരുന്നു. അപ്പം പിന്നെ ഒരു ടൈം പാസ് വെറുതെ ഒന്ന് നടക്കാന്നുള്ള രീതിയിൽ അങ്ങനെ വരുന്നതാണ്. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് കാണാം. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ കടയിൽ കയറും, ഇങ്ങനെ ഓരോന്ന് നോക്കും, ഇങ്ങനെ നടക്കൽ തന്നെ. അപ്പോൾ അവിടെ അടുത്തുള്ള വേറൊരു കടയിൽ ഒരു ആഫ്രിക്കൻ്റെ അവരെ കുറച്ച് കരകൗശല വസ്തുക്കൾ അങ്ങനത്തെ എല്ലാം ഉണ്ടാവില്ലേ, അവിടെ കയറി അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി വില ചോദിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കണ്ടുന്ന ഒരു ചെണ്ടയോ മദ്ദളോ മദ്ദളോ എന്നല്ല, ഒരു ചെണ്ട, ഒരു ബാൻഡ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി ഇങ്ങനെ മുട്ടി നോക്കുകയാണ് രണ്ടുപേരും. അല്ല അതിൻ്റെ അടിയിൽ ഹോളുണ്ടോ നോക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ രസമാണ്. ഓരോരുത്തർ കയറി ഇങ്ങനെ വില ചോദിച്ചിങ്ങനെ നടക്കാനൊക്കെ
അങ്ങനെ ഓൾമോസ്റ്റ് കയറാൻ പറ്റുന്നിടത്തെല്ലാം കയറി. നമ്മൾ ഓൾറെഡി ടയേർഡായി. പിന്നെ മെല്ലെ പോകാമെന്ന് പറഞ്ഞു. ഒരു 12 മണി വരെയൊക്കെ ഉണ്ടാവുമെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി 1 മണിയായി. അപ്പോൾ ക്ലോസ് ആയിട്ടുമില്ല. അപ്പോൾ 2 മണിക്ക് മേലെയൊക്കെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. വീക്കെൻഡൊക്കെ അല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പം ഇത്രയൊക്കെയുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു ഗൈസ്.